ഹലോ ആൾ, നമ്മളെ കൂടെ ഉള്ളത് അഞ്ജുമാണ്. ഇതിനു മുന്നേ നമ്മൾ അബ്രോഡ് MBBS കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളൊക്കെ +2 കഴിഞ്ഞിട്ട് ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഏതൊക്കെ കോഴ്സസ് ആണ് ഇപ്പോൾ മെയിൻലി സ്റ്റുഡൻസ് ഒക്കെ ചൂസ് ചെയ്യുന്നത്? അപ്പാർട്ട് MBBS പറയുകയാണെങ്കിൽ BSc നഴ്സിംഗ്, BDS, BOT, BPT ഇതെല്ലാമാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ ലൈക്ക് ഇത് എയിം ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ സ്റ്റുഡൻസ് പോകുന്നത് ഈ കോഴ്സുകളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വഴി, അതായത് ഡോക്ടർ മെഡിസിൻ വഴി സ്റ്റുഡൻസ് ഇപ്പോൾ ഇതുപോലത്തെ കോഴ്സസ് എല്ലാം ചൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കുറച്ച് കോഴ്സേ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന കോഴ്സസ് അവർ നമ്മൾ വഴി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നവരെ ഫ്രീ ആയിട്ടാണ്. അതിന്റെ മേലക്കില്ലല്ലോ. വിച്ച് മീൻസ് സർവീസ് ചാർജ് നമുക്ക് ഒന്നും തരണ്ട, അത് നമുക്കുള്ളത് കോളേജ് തരും. നമ്മൾ ത്രൂ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ടാൽ നിങ്ങൾക്ക് ഒരേ ഫീസാണ് വരുന്നത്. അപ്പം നമ്മൾ ത്രൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കിന് നിങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റ് കിട്ടിയിരിക്കും. ലൈക്ക് ഏതെങ്കിലും ഒരു സീറ്റ് അല്ല കിട്ടുക, നിങ്ങളുടെ മാർക്കിന് നിങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ് കിട്ടിയിരിക്കും. അതിനെ അപ്രോച്ച് ചെയ്യുക ഡോക്ടർ മെഡിസിൻ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അബ്രോഡിനെ കുറിച്ചിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം നാട്ടിലെ MBBS ചൂസ് ചെയ്യുന്നവർക്ക് എന്തൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? നാട്ടിലെ അതായത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, പ്രൈവറ്റ് നമ്മൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആളുകൾ അറിയാതെ പോകുന്ന ഒരുപാട് അലോട്ട്മെന്റ്സ് ഉണ്ട്. ആകെ അറിയപ്പോൾ സ്റ്റേറ്റ് അലോട്ട്മെന്റ്, ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ആണ്. അതിന് മേലെ തന്നെ ഒരുപാട് അലോട്ട്മെന്റ്സ് നടക്കുന്നുണ്ട്. ഇത് ആളുകൾ അറിയുന്നില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സെൻഡാക്ക് അലോട്ട്മെന്റ്. സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് ഉള്ള എന്താ പറയുക, പോണ്ടിച്ചേരി ഒക്കെ അങ്ങനെ ഡയറക്റ്റ് സെൻഡാക്കിന്റെ കീഴിലാണ് ഇവർ അലോട്ട്മെന്റ് കൊടുക്കുന്നത്. അതൊന്നും അധികം ആൾക്കാർക്കും എന്താ പറയുക, ഒരു 80% ആൾക്കാർക്ക് എന്തായാലും അത് അറിയും കൂടി ഉണ്ടാവും ഇങ്ങനെ ഒരു അലോട്ട്മെന്റ് നടക്കുന്നത്. ഇങ്ങനെ ഒരുപാട് അലോട്ട്മെന്റ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ കൊടുക്കും. ഓക്കെ, തീർച്ചയായിട്ടും അവർക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യട്ടെ. ലിങ്ക് നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ താഴെ ഏതായാലും നമ്പർ കൊടുത്തിട്ടുണ്ട്, അവർക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 5 അവർ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ അത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. സോ നിങ്ങൾ എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനീഷ്യൽ നിങ്ങൾ ചെയ്യാനുള്ളത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനാണ് അല്ലേ? പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഓരോ PDF ഒക്കെ ആയിട്ട് ഓരോ കോളേജിനെ കുറിച്ച്, ഓരോ കോഴ്സിനെ കുറിച്ച് നമുക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യാം. അവിടെ പ്രൊഫസേഴ്സ് നമ്മൾ തരും. ലൈക്ക് ഓരോ കോളേജിന്റെ ഓരോ പ്രൊഫസേഴ്സ്, അവിടെ ഫീസ് സ്ട്രക്ചർ, ഹോസ്റ്റല് എല്ലാം അതിൽ തന്നെ തരും. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇനീഷ്യൽ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, അപ്പം നമ്പറൊന്നും നിങ്ങൾക്ക് വേറെ ആരും നിങ്ങൾ നമ്പർ കൊണ്ടുവന്ന പരിപാടിയൊന്നുമില്ല, ഫുൾ സേഫ് ആണ്. അപ്പോൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്.